എമ്പുരാൻ സിനിമ വിവാദമായിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടു. ആന്റണി പറയുന്നത് മോഹൻലാലിന് കഥ നന്നായിട്ട് അറിയാമായിരുന്നു എന്നുള്ള, ആന്റണിക്കും മോഹൻലാലിനും ഇതിൽ കൂടി ആലോചിച്ച് തന്നെ എടുത്ത ഒരു സിനിമയാണ് എന്നുള്ളതാണ്. എന്തായാലും വിവാദങ്ങൾക്ക് പിന്നാലെ ആദ്യമായി അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ആന്റണിയുടേതാണ്. ആന്റണി എന്തായാലും കൃത്യമായി തന്നെ എല്ലാത്തിനും മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഭീഷണി കൊണ്ട്, പലരും പറഞ്ഞത് സംഘപരിവാർ ഭീഷണി കൊണ്ടാണ് ഈ സിനിമയെ വെട്ടിമുറിച്ചതെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഭീഷണി കൊണ്ടല്ല, സ്വയം തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അണിയറ പ്രവർത്തകർ ചേർന്ന് ഇതിൽ നിന്നും ചില ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ പല കാര്യങ്ങൾക്കും വ്യക്തത വന്നിട്ടുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ സിനിമ ഇറങ്ങുന്നു. പിന്നാലെ ബിനീഷ് കൊടിയേരി എന്ന ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവിന്റെ പോസ്റ്റ് വരികയാണല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണല്ലേ, പൃഥ്വിരാജിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ശക്തമായ ധൈര്യമാണ്, അല്ലാതെ ആർക്കും ഈ ധൈര്യമില്ല, നട്ടലുള്ള ഒരു സംവിധായകനാണ്. എന്തായാലും അദ്ദേഹമാണ് ഇതിന്റെ തുടക്കം. അങ്ങനെ അത് അവിടെ നിന്ന് കത്തിക്കയറുന്നു, വലിയ വിവാദമാകുന്നു. പിന്നീട് അത് മോഹൻലാലിനെ ബാധിക്കുന്നു. മോഹൻലാലിനെ ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പറയുന്നത് അദ്ദേഹം തിരക്കഥ വായിച്ചിട്ടില്ല, ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ചതിച്ചു എന്ന രീതിയിലുള്ള ഒരു പുറത്തല സംസാരം ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെയാണ് അവസാനം ഇത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മേജർ രവി തന്നെ തുറന്നു പറയുകയാണ് ഇത് ചെയ്തത് പൃഥ്വിരാജാണ് ഇതിന് പിന്നിൽ. മോഹൻലാൽ പാവമാണ്, അദ്ദേഹം 40 വർഷത്തിലധികമായി ഈ കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന ഒരു നടൻ കൂടിയാണ്. എന്നിട്ടും ഇതിനെ ചതി ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. പിന്നീട് പൃഥ്വിരാജിന്റെ അമ്മ വരുന്നു. അത് മോഹൻലാലിന് അറിയാവുന്ന കാര്യമാണ്, മോഹൻലാലിന് അറിയില്ലെന്ന് പറയാൻ അദ്ദേഹം എന്താ പൊട്ടനാണോ? അദ്ദേഹം ഇത്രയും നാളായിട്ടും ഈ തിരക്കഥ വായിച്ചിട്ടില്ലേ? പിന്നീട് അവർ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇടക്കാലത്ത് അവർ ഈ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ പൃഥ്വിരാജിനെ വിളിക്കുമ്പോൾ, ഗുജറാത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ ഈ പൃഥ്വിരാജ് പറയുകയാണ്, ഇതിലെ പല സീനുകളും ഞാൻ അമ്മയെ മോഹൻലാലിന് മുന്നിൽ കാണിക്കുകയാണ്, ആന്റണിക്ക് മുന്നിൽ കാണിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്, പിന്നീട് വിളിക്കാമെന്ന ഒരു സംഭവം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ പൃഥ്വിരാജിനെതിരെ മേജർ രവിക്കെതിരെ മല്ലിക സുകുമാരൻ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ചില സീനുകളെല്ലാം കട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഈ വിമർശനം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിമർശനം ആളിക്കത്തുമ്പോഴും അവരെ പ്രതിസന്ധിയിലാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇനി 3-ാം പാർട്ട് വരുമെന്നും പറയുന്നു. ഈ 3-ാം പാർട്ട് വരുമ്പോഴും എങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ ഒരു വിവാദം വരുമ്പം ആന്റണി എന്ന് പറയുന്നത് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേദന ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കട്ട് ചെയ്യാന്ന് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്, അല്ലാതെ അവർ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ഇത് ഇപ്പോഴും ചിന്ത വരുന്നില്ല. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി, മറ്റുള്ളവർക്ക് വേദനയുണ്ടായി എന്ന് പറയുന്നതിനാലാണ് ഞങ്ങൾ ഈ സീനുകളെല്ലാം ഒരുമിച്ച് കട്ട് ചെയ്യുന്നത്. മോഹൻലാൽ ഈ തിരക്കഥ കണ്ടിരുന്നു, മോഹൻലാൽ അഭിനയിച്ചത് അറിഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ ആന്റണി പറയുമ്പോൾ എനിക്ക് സംശയങ്ങളുണ്ട് ശ്രീത. ഇപ്പം NIA ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത് വിവാദമായിരിക്കുകയാണ്. രണ്ടാമത് തമിഴ്നാടിൽ വിവാദമായിരിക്കുകയാണ്. ഗോകുലം ചിട്ടി ഫണ്ട്സിന്റെ ഫ്രണ്ടിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി വളരെയധികം പൊട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ അതൊരു പരാമർശമായിരിക്കുന്നു. സംഘപരിവാറാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, ഭീഷണിപ്പെടുത്തുക. എന്തായാലും അത് ഇപ്പൊ ഇതോടെ തീർന്നു, സംഘപരിവാർ അല്ല എന്നുള്ള ആന്റണി പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ NIA ഇതും ഈ ഗർഭിണിയെ കൊല്ലുന്നത്, ഇത്തരത്തിലുള്ള സംഗതികൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഈ 45 വർഷം കൃത്യമായ മറുപടി തന്നെ സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മുഴുവൻ ആൾക്കാരെ ഇളക്കി വിട്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അതായിരുന്നു കൃത്യമായി തന്നെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഫലമായി തന്നെ ഇപ്പോൾ 200 കോടിയിലധികം നേടിയിട്ടുണ്ടല്ലോ. അതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഈ ആൾക്കാർ പരസ്പരം തമ്മിലടിച്ചാലും കുഴപ്പമില്ല, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പരസ്പരം അകന്നാലും പ്രശ്നമല്ല, ഈ ക്രൈസ്തവ വികാരങ്ങൾ അപമാനിച്ചാലും കുഴപ്പമില്ല, എന്തായാലും അവർക്ക് കുഴപ്പമില്ല, എങ്ങനെയായാലും ഈ പണം നിറഞ്ഞാൽ മതി. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അവർ ഓരോ നിമിഷവും 100 കോടി 200 കോടി, കേരളത്തിൽ 50 കോടി നേടി, കോടി നേടി. പൃഥ്വിരാജ് നല്ലൊരു സംവിധായകനോ നടനോ എന്നതിലപ്പുറം ഞാൻ പറയുന്നു അയാൾ നല്ലൊരു ബിസിനസ്മാനാണ്. കാരണം ഒരു ഫേസ്ബുക്ക് പരിശോധിച്ചാൽ മതി, കേരളത്തിൽ അതിവേഗത്തിൽ 50 കോടി നേടിയതായി ഫേസ്ബുക്ക് അല്പസമയം മുൻപ് കാണാൻ പറ്റും.
മറ്റേ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം നേടിയ ചിത്രം ഇതാണെന്ന് പറയും. അതോടൊപ്പം തന്നെ പുഷ്പയെ പരാജയപ്പെടുത്തിയ സിനിമയാണെന്ന് പറയും. ഇപ്പോൾ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ഇതിന്റെ എല്ലാം കണക്കേതാണ്, ചൂണ്ടിക്കാട്ടുന്നത് മുഴുവൻ പണത്തിൻ്റെതാണ്. അല്ലാതെ ഈ വിവാദങ്ങളെ കുറിച്ചൊന്നും അവർ ആശങ്കപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും കോടികൾ നേടുക, ചില കടങ്ങളെല്ലാം കാണും. കാരണം തുടർച്ചയായി തന്നെ മോഹൻലാലിന്റെ പടങ്ങൾ മുഴുവൻ പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത് ഓഡിയനായാലും കുഞ്ഞാലി മരക്കായാലും ബിറോസ് ആയാലും തുടർച്ചയായി പടങ്ങൾ പൊട്ടുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ കടവും വീട്ടാനുള്ള ഒരു അവസരം ഈ സിനിമ കൊണ്ടുണ്ടായി. പക്ഷെ ഇതോടെ അവരെ കരിയറിനല്ലേ ഒരു ഇതുണ്ടായിരുന്നു. മതസ്പർദ്ധ വളർത്തുമ്പോൾ ഈ ഓരോ ജനങ്ങളുടെ ഇടയിൽ ഇവർക്കുണ്ടായിരുന്ന ഒരു ഇടമുണ്ടായിരുന്നു, അതാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കാരണം ഞാൻ ശ്രീധനോട് പറഞ്ഞ നേരത്തെ പ്രത്യേകിച്ച് അതേ പറയാം, അത് പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിലാണ് മോഹൻലാലിന്റെ ആരാധകർ കൂടുതലുള്ളത്. ഇപ്പോൾ അവരെയാണ് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. അവരോട് അങ്ങനെ ഒരു കുറ്റം, ഒരാളെ നാം കുത്തിക്കൊന്നിട്ട് പറയുകയാണ് സോറി എന്ന് പറയുന്ന രീതിയാണ്. സ്വന്തം ആരാധകരെ നശിപ്പിച്ചിട്ടാണ് ഈ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു ആനുകൂല്യം ഉണ്ടായിരുന്നത് പലരും പറഞ്ഞതെല്ലാം ആരാധകരുടെ മനസ്സിലുണ്ട്. കാരണം ഏതാണ്, ഇദ്ദേഹം പൊട്ടനാണെന്ന് പറഞ്ഞാലും ആരാധകർ സ്വയമെങ്കിലും അങ്ങനെ വിശ്വസിച്ചു. ഈ സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല, ഈ തിരക്കഥ മോഹൻലാൽ വായിച്ചിട്ടില്ല. പക്ഷെ അതിലിപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. എല്ലാം മോഹൻലാൽ അറിഞ്ഞുകൊണ്ടാണ് ഇതിൽ യഥാർത്ഥ വില്ലൻ മോഹൻലാലായി മാറിയിരിക്കുക. ഇതിലെ തിരക്കഥാകൃത്ത് മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഹിന്ദുത്വ വിരുദ്ധ പ്രവർത്തകൻ തന്നെയാണ്, ഹിന്ദുവിന് എതിരായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഈ ഒരു തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നത് ശരിക്കും ഒരു തീ തന്നെയാണ്, ഒരു വലിയ തീ തന്നെയാണ് മുരളി ഗോപി ഇട്ട് കൊടുത്തത്. പക്ഷെ അത് അതുപോലെ എടുത്ത ഡയറക്ടർ പൃഥ്വിയും മുരളി ഗോപിയും കൂടെ ചേർന്നാണ് ചെയ്തത്. അപ്പൊ ഡയറക്ടർ ഇതൊരു വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും വ്യക്തത വരുമ്പോൾ മറ്റൊരു വ്യക്തത വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുരളി ഗോപിയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. കാരണം എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ തിരക്കഥ ഉണ്ടായി, അതിനുശേഷം പൃഥ്വിരാജ് പ്രതികരിക്കുകയാണ്, ഈ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് ഭാഗത്താണ്, ഏത് വിഷയത്തിലാണ് ഈ തിരക്കഥയിൽ മാറ്റം വരുത്തിയതെന്ന് ഇനി ഈ രണ്ടുപേരും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഈ പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ മുരളി ഗോപി ഇപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ അത് മുരളി ഗോപിയുടെ കഥയെ വെട്ടി പുതിയൊരു കഥ എഴുതിയത് കൊണ്ടാണോ ഈ മാപ്പ് പറയാത്തതെന്നോ, അതോ താൻ എഴുതിയ കഥ തന്നെയാണ് പക്ഷെ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നതെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടത് ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രതികരണം നാം കാത്തിരിക്കേണ്ടത് പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്നും. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, ഇന്നലെ പെരുന്നാൾ തീർന്ന ഒരു ദിവസമായിരുന്നു. ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളാണ് ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. ഇവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞതുപോലെ, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ സിനിമ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനോടൊപ്പമോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരനോടൊപ്പമോ എനിക്കിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് ആദ്യം അത് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ഏകപക്ഷീയമായി ഒരു കലാപം രണ്ട് രീതിയിലും ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ വിവാദമാവില്ല. കലാപം എന്ന് പറയുന്ന ഒരാൾ മാത്രം ഉണ്ടാക്കുന്നതല്ല, കലാപം ഇരു കക്ഷികൾ അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ഒരു കലാപം എന്ന് പറയുന്നത്. ഇത് ഏകപക്ഷീയമായി ചിത്രീകരിച്ചാണ് വലിയ വിവാദമായിട്ട് മാറി. പ്രത്യേകിച്ച് ആ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീൻ, അത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പലരും, ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പലരും ആ സീനൊക്കെ വന്നപ്പോൾ തല കുമ്പിട്ട് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മുസ്ലിം സുഹൃത്തിനോടൊപ്പമാണ് ഞാൻ കണ്ടിരുന്നതെങ്കിൽ എനിക്ക് പേഴ്സണലി അവരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് പൃഥ്വിരാജ് ചിത്രീകരിച്ചിരുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു വിഭാഗ ജനതയാണ് നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉള്ളത്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു മതസ്പർദ്ധ വളർത്തുകയാണ്, മതകലാപത്തിന്റെ ഉള്ളിൽ വളർത്തുകയാണ്. അതെ, അവര് വിജയിച്ചു. പക്ഷെ പൃഥ്വിരാജ് ഒന്ന് മനസ്സിലാക്കണം, ഇതിനുശേഷം പൃഥ്വിരാജിന്റെ കരിയർ, മോഹൻലാലിന്റെ കരിയർ ഏത് തരത്തിലാകുമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. കാരണം ഇതിപ്പോ സംഘപരിവാർ അല്ല, ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത്, സംഘപരിവാറോ BJP അല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഇത് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ആന്റണി പെരുമ്പാവൂർ അവരുടെ ഒരാളായിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഇന്നലെ CPM-ഉം കോൺഗ്രസും ഒക്കെ പറഞ്ഞത് BJP-യും സംഘപരിവാറും ചേർന്ന് അവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ ചെയ്തതെന്ന്. പക്ഷെ അവർക്ക് സ്വമേധയെ തോന്നിയാണ് അവർ കട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ തെറ്റുകൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ ഖേദപ്രകടനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതിലെ തെറ്റ് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് ഇതുവരെ അത് തുറന്നു പറയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.